എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു മന്ത്രിയാണ് ഉമ്മൻചാണ്ടി സാർ. മൂപ്പര് രാഷ്ട്രീയം നോക്കാതെയാണ്, രാഷ്ട്രീയം നോക്കണില്ല. എനിക്ക് എൻ്റെ ഉമ്മാക്ക് 20,000 റുപ്യ ധനസഹായം ഉമ്മൻചാണ്ടി സാർ മലപ്പുറത്ത് നിന്ന് തന്നിട്ടുണ്ട്. ഞങ്ങളെ വീടിൻ്റെ ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മാത്രമാണ്. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഉമ്മൻചാണ്ടി സാർ മാത്രമാണ്. ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി തന്ന ഉമ്മൻചാണ്ടി സാർ മാത്രമാണ്. ഇന്ന് അടിസ്ഥാനമായ ഒരു വികസന വരെ ഇന്ന് കേരളത്തിലില്ല. ഇന്ന് ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. ഇന്ന് LDFിൻ്റെ മന്ത്രി ഒന്നും ചെയ്തിട്ടില്ല. പാകപ്പെട്ടവനെ പറ്റിക്കല്ലാതെ കൊള്ളടിക്കുകയാണ് ഇന്നത്തെ LDFിൻ്റെ ഭരണം എന്ന് നമുക്കറിയാം. LDF പാങ്ങളെ കൊള്ളടിച്ചു കൊണ്ടിരിക്കുകയാണ്. LDF പാങ്ങളെ കൊള്ളടിച്ചു കൊണ്ടിരിക്കുകയാണ്. പാങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ല. LDFിൻ്റെ മന്ത്രിയാണ് ഈ കേരളത്തിലിരിക്കുന്നത്. 10 പൈസക്ക് പറ്റാത്ത LDFിൻ്റെ മന്ത്രിയാണ്. മന്ത്രിയും പോലീസും LDFിൻ്റെ മന്ത്രിമാരാണ്. അവർ പാവപ്പെട്ടവൻ്റെ ഒരു കാര്യം കേൾക്കണില്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാരണം. അതുകൊണ്ട് ഈ 2 വട്ടം അധികാരത്തിൽ വന്ന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. പാവപ്പെട്ടവനക്ക് കിറ്റ് കൊടുക്കണില്ല. എത്രയോ രോഗികളായ ആളുകൾക്ക് അവർക്കുണ്ടാകുന്ന ആണികൾ വരെ കൊടുക്കണില്ല. അവർക്കുള്ള ആണികൾ കൊടുക്കണില്ല. ഭർത്താക്കന്മാരില്ലാത്ത പിരിവാറ പൈസ 1 മാസം മാത്രമാണ് കൊടുത്തത്. ഇനിയും കുടിശ്ശിക പെൻഷൻ ഇനിയും പെൻഡിങ് ആണ്, കൊടുക്കണില്ല. എന്താണ് സർക്കാർ ചെയ്യുന്നത്? സർക്കാർ പോലീസും സർക്കാരും ചെയ്യുന്നത് ശരിയായ രീതിയല്ല. പോലീസിൻ്റെ മുഖ്യമന്ത്രിൻ്റെ മന്ത്രിമാർ LDFിൻ്റെ പോലീസും മന്ത്രിമാരും LDFും അതെ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞത്. അതെ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയതാണ്. എല്ലാം ശരിയാക്കി തന്ന് ജനങ്ങൾക്ക് ശരിയാക്കി കൊടുത്ത കോലങ്ങളാണ് ഇന്ന് ഇവിടെ കണ്ടത്. ഇന്ന് പാവപ്പെട്ടവനെ പീഡിപ്പിച്ചിരിക്കുകയാണ് LDFിൻ്റെ മന്ത്രിയും LDFിൻ്റെ പോലീസും. ഇന്ന് പാവങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുവരെ നമ്മൾ കണ്ടത്. പോലീസും മന്ത്രിമാരും പാവങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ മൗത്തിനിയും കൊണ്ട് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് ഈ ലൈവ് വന്നത്. അതുകൊണ്ട് ഇനി ഈ മന്ത്രിനോട് ഒന്നും പാണ്ട് കാര്യമില്ല. കേൾക്കൂല, വെറുതെ കേൾക്കുകയാണ്. ആ ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ പറഞ്ഞു നോക്കിന്. ആ ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു കേരളം നമുക്കും വേണ്ട. ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു നോക്കിന്. ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു നോക്കിന്. നമ്മളെ കാര്യങ്ങൾ ഇന്ന് കേൾക്കേനെ. ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ നമ്മളെ കാര്യം കേൾക്കും. ഉമ്മൻചാണ്ടിയാണ് ഞങ്ങളെ പേരൻ്റെ താക്കോൽ ഉദ്ഘാടനം ചെയ്തത്. ആ ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം കേൾക്കുന്നറിയാം. ഞങ്ങളെ പേരെ നന്നാക്കി തരും ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ. ഉമ്മൻചാണ്ടി ഒരു വട്ടം കൂടി ജീവിച്ചിരിക്കണമെങ്കിൽ ഞങ്ങളെ പേര നന്നാക്കി തന്നീനി. മൂപ്പരാണ് ഞങ്ങളെ പേര ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ പോരായി ഉണ്ടെങ്കിൽ ഇന്ന് ഒരു വട്ടം കൂടി മൂപ്പര് ജീവിച്ചിരിക്കണമെങ്കിൽ ഞങ്ങളെ പേര ഇന്ന് ആരോടും പറഞ്ഞ ആവശ്യമില്ല. ഇനി നമുക്ക് നന്നാക്കി തന്നീനി. ഇന്ന് നമ്മൾ എത്ര വട്ടം LDFിൻ്റെ കയ്യും കാലും പിടിച്ച് പറഞ്ഞ്, അതെ LDFിൻ്റെ കയ്യും കാലും പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പേര നന്നാക്കി തരണം. അപ്പാടെ 2 റൂമുള്ളൂ, ഞങ്ങൾ സൗകര്യമില്ല, 2 റൂമുള്ളൂ എന്ന് പറഞ്ഞ്. ഇപ്പോൾ അതെ ഞാനും എൻ്റെ അഞ്ചനും ഒരു റൂമിലും, എൻ്റെ പെങ്ങളും എൻ്റെ ഉമ്മയും ഒരു റൂമിലും, മറ്റോ ലൈൻകാർഡിലും ഒരു ചെറിയ തായരും ഒരു ചെറിയൊരു അടക്കടേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ മുന്നിൽ കൈ നീട്ടി സർക്കാർ അത് കേൾക്കണില്ല. LDFിൻ്റെ മന്ത്രിയായി പോയില്ലേ, പിന്നെ എങ്ങനെ കേൾക്കുക? LDFിൻ്റെ മന്ത്രിയായി പോയില്ലേ, അതുകൊണ്ടാണ് കേൾക്കാത്തത്. മറ്റേ ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ അവർ ദാസ്യം നോക്കാതെ, ഏത് പാർട്ടി നോക്കാതെ, കോൺഗ്രസോ ലീഗോ SDPക്കാരോ ജുമേറ്റോ അതുപോലെ പിന്നെ ഏത് പാർട്ടിയാണെന്നോ ഒന്നുമില്ല. ആരാകട്ടെ അവർക്കൊക്കെ സഹായം ചെയ്യുന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാറ്. ഏത് കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന ആള്. ഇന്ന് ഈ മന്ത്രിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എത്രയോ പരാതി നൽകിയിട്ടുണ്ട്.
ആ പരാതി ഒന്നും ഒരു വിലയില്ല. കൊടുക്കുന്ന പരാതിയിൽ കാണില്ല ജില്ലാ കളക്ടർ അടക്കം LDFിൻ്റെ കളക്ടർ, അതെ, അതുപോലെ സപ്രോ ഓഫീസ് അടക്കം LDFിൻ്റെ ആൾക്കാർ. പിന്നെ എവിടെയാണ് പരാതി കൊടുക്കുക? എല്ലാ ഉദ്യോഗസ്ഥന്മാരും LDFിൻ്റെ ആൾക്കാരാണ്. പാവപ്പെട്ടവർക്ക് ഒന്നുമില്ല, പരാതി കേൾക്കാനില്ല, പരാതി കേൾക്കണില്ല, കംപ്ലൈൻറ്റ് കേൾക്കണില്ല. പിന്നെ എവിടെയാണ് കേൾക്കുന്നത്? എല്ലാം ഓർക്കാണ്. LDF ആയി പോയില്ലേ മന്ത്രി? അതെ, LDFിൻ്റെ മന്ത്രിയും LDFിൻ്റെ പോലീസും പിന്നെ എവിടെയാണ് പരാതി നൽകുക? ഒരു പോലീസ് സ്റ്റേഷനിൽ വരെ പരാതി നൽകാനില്ല. പക്ഷേ ഒക്കെ ഇവരാളായി മാറി. നമുക്കൊന്നും പറയാനില്ല. ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ചെന്ന് പറയാം, കംപ്ലൈൻറ്റുകൾ പറയാം, പരാതി കൊടുക്കുക. നമുക്ക് ഉമ്മൻചാണ്ടി സാറിന് പരാതി കൊടുക്കുക, ഞങ്ങളെ പേര നന്നാക്കി തരണം, നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത പേരയാണ് എന്നൊക്കെ പറയാം. ഇന്ന് ആരുണ്ട് പറയാൻ? ഇന്ന് ആരുമില്ല. അതുകൊണ്ട് ഞാൻ ഈ സംസാരം നിർത്തുന്നു. ഇനി ഒരിക്കലും ഈ LDF മന്ത്രി പിണറായി വിജയനത്തേക്ക് ഇനി ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് ഒരു പരാതി എന്തായി എന്ന് ചോദിക്കാനുമില്ല. ചോദിച്ചിട്ട് കാര്യമില്ല. വെറുതെ നാണം കേടിയാണ്. ഈ LDFിൻ്റെ മന്ത്രിൻ്റെ മുന്നിൽ വന്ന് നാണം കേടിയാണ്. ഒന്നും ചെയ്യുന്നില്ല. വെറുതെ പോയിട്ട് കാര്യമില്ല. അത് ചെയ്തു തരൂല. നമ്മുടെ പൂജ്യത്തിൽ അടുപ്പിക്കുകയാണ്. അത് ചെയ്യില്ലെന്നറിയാം. അതുകൊണ്ട് ഇനി ഒരിക്കലും ദയവ് ചെയ്ത് ഇനി 2 കൊല്ലം കഴിഞ്ഞാൽ ഈ സർക്കാർ പടിയിറങ്ങുമ്പോൾ ഇനി ദയവ് ചെയ്ത് ഈ ജനങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഒരിക്കലും ഇനി LDFിനെ ഇനി നിയമസഭ ഇനി കണ്ടുപോകരുത്, കാണാൻ പാടില്ല. ഇനി ഈ LDFിൻ്റെ മന്ത്രി ഇനി നിയമസഭയിൽ ഇനി കണ്ടുപോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത്. ഓക്കെ, ഇനി കേറ്റത്ത് കയ്യും കാലും പിടിച്ചുകൊണ്ടാണ് ഈ വോട്ടർമാരോട് അപേക്ഷിക്കുന്നത്. ഇനി ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ നോക്കി, നിങ്ങളെ കൂടെ ഒരു മനുഷ്യനാണ് ഇന്ന് ഇവിടുത്തെ ഇല്ലാതായത്, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ്. ആ ഫോട്ടോ കണ്ടു നോക്കി. അതെ, ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കേട്ടോ.